നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പയറിനെയാണ്. ഫബേസിയെ കുടുംബത്തിൽപ്പെടുന്ന പയറിൻ്റെ ശാസ്ത്രീയ നാമം വിഗ്ന ആംഗ്യുക്കുലേറ്റ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ രാജമാഷം, മഹാമാഷം എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിലുടനീളം ധാരാളമായി കൃഷി ചെയ്തു വരുന്നൊരു ഭക്ഷ്യവസ്തുവാണിത്. അസ്പരാഗസ് ബീൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പലതരം പയറുവർഗ്ഗങ്ങളുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന വെള്ളപ്പയറിനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു ആരോഹി സസ്യമാണ് പയർ. ദക്ഷിണ ഏഷ്യയിലും ചൈനയിലുമാണ് പയർ ധാരാളമായി കൃഷി ചെയ്തു വരുന്നത്. ഏകദേശം 60 ദിവസത്തിനുള്ളിൽ തന്നെ ഫലം തരുന്ന ഒരു ഏകവർഷി സസ്യമാണ് പയർ. ഇതിൻ്റെ തണ്ടിന് ഇളം പച്ച നിറമാണ്. കടും പച്ച നിറമുള്ള ഇലകളുടെ അടിഭാഗം ഇളം പച്ച നിറത്തിൽ തന്നെയാണ്. 3 ഇലകളുടെ സംയുക്തമായാണ് പയറിൻ്റെ ഇലകൾ കാണപ്പെടുന്നത്. ഇതിൻ്റെ അഗ്രഭാഗം കൂർത്തിരിക്കുന്നു. വളരെ മൃദുവായ ഇലകളിൽ ഞരമ്പുകൾ തെളിഞ്ഞു കാണപ്പെടുന്നു. ഏകദേശം 8 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ നീളം വരുന്ന ഇലകൾക്ക് ദീർഘവൃത്താകൃതിയാണ്. പത്രകക്ഷത്തിലുണ്ടാകുന്ന പയറിൻ്റെ പൂവിന് വെള്ളയോ ഇളം വയലറ്റോ പർപ്പിൾ നിറമോ ആയിരിക്കും. ഏകദേശം 90 സെൻറ്റിമീറ്ററോളം നീളത്തിൽ തൂങ്ങിക്കിടക്കുന്ന പയറിൻ്റെ ഫലത്തിൽ 10 മുതൽ 20 വരെ വിത്തുകൾ ഉണ്ടായിരിക്കും. ഇവയുടെ നിറവും ആകൃതിയും വലിപ്പവുമെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. പയറിൻ്റെ വിത്താണ് ഉപയോഗമായിട്ടുള്ള ഭാഗം. പ്രോട്ടീൻ, വിറ്റാമിൻ, അയൺ, പൊട്ടാസ്യം തുടങ്ങിയവയെല്ലാം പയറിൽ അടങ്ങിയിരിക്കുന്നു. 100 ഗ്രാം പയറിൽ നിന്നും ഏകദേശം 47 കിലോ കലോറി ഊർജ്ജം ലഭിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. മധുര കഷായ രസമാണ് പയറിൻ്റെ വിത്തിന്. ഇത് മൂത്രളമാണ്. അതുകൊണ്ട് തന്നെ വൃക്കസംബന്ധമായ അസുഖങ്ങളിൽ ഇത് ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. കൂടാതെ രുച്യവും ദീപനവുമാണ്. മലശോധനയുണ്ടാക്കുന്നു. പയറിൻ്റെ കൂടുതലായിട്ടുള്ള ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. പയറ് പലവിധത്തിലുള്ള പയറുണ്ട്. ഈ രാജമാഷം എന്ന് പറയുന്നത് വലിയ ഒരു പയറാണ്. അതിൻ്റെ ആകൃതി തന്നെ കിഡ്നിയുടെ ആകൃതിയാണ്. അതുകൊണ്ട് തന്നെ കിഡ്നി ഡിസീസിന് ഇത് വളരെ ഫലപ്രദമാണ്. മൂത്രളമാണ്. ഈ മൂത്രകൃച്ഛ വികാരങ്ങൾ ധാരാളം കൊടുക്കും. പിന്നെ ഇതിൽ ഈ ഫൈബർ കണ്ടൻറ്റ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലബന്ധത്തിനെ ഇല്ലാണ്ടായിരിക്കും. അതായത് ദിവസേന ഒരു 10 പയർ ദിവസേന വെള്ളത്തിൽ ഇട്ട് കുതിർത്തി കഴിച്ചു കഴിഞ്ഞാൽ ഈ ശോധന ശരിയാകും. മാത്രമല്ല ഈ പൈൽസിനും അത് നല്ല ഗുണപ്രദമാണ്. മാത്രമല്ല ഇതൊരു ന്യൂട്രീഷനുമാണ്. ധാരാളം ഈ ധാതു ലവണങ്ങളും ഈ പോഷക സമൃദ്ധമാണ്. അതേസമയം ഫൈബർ ധാരാളം ഉണ്ടേനും. ഇതിന് ഭാഗത്തുള്ള ഇത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കുറേശ്ശെ കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അത്ഭുതമായ ഫലസിദ്ധിയുള്ള ഒരേ സമയം ഔഷധമാണ്, അതേസമയം ഒരു ഭക്ഷ്യയോഗ്യമായ ഒരു വസ്തുവാണ് ഈ പയർ എന്ന് പറയുന്നത്.